നമസ്കാരം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ മെനു പരിഷ്കരിച്ചത് കേരളത്തിലെ പ്രധാന അധ്യാപകരെ കടക്കാരാക്കുമോ? മെനു പരിഷ്കരിച്ച സർക്കാർ ഉച്ചഭക്ഷണത്തിനുള്ള വിഹിതം വർദ്ധിപ്പിച്ചിട്ടില്ല. പുതുക്കിയ നിരക്കനുസരിച്ച് പ്രൈമറി ക്ലാസ്സുകളിൽ ഒരു കുട്ടിക്ക് 6.78 രൂപയും UP ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ 10.17 രൂപയുമാണ് ലഭിക്കുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി കൊണ്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി നൽകണമെന്നുമാണ് നിർദ്ദേശം. കൂടാതെ വെജിറ്റബിൾ ബിരിയാണി, ലെമൺ റൈസ്, ചെറുധാന്യ പായസം തുടങ്ങിയവയും പട്ടികയിലുണ്ട്. നേരത്തെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ പാലും മുട്ടയും നൽകുന്നുണ്ട്. ഉച്ചഭക്ഷണത്തിനാവശ്യമായ അരി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മാവേലി സ്റ്റോറുകളിലൂടെ നൽകും. പാചകക്കൂലിയും സർക്കാർ നൽകും. പാചകവാതകം, പച്ചക്കറികൾ ഇവ എത്തിക്കാനുള്ള വാഹന ചെലവ് എല്ലാം കൂട്ടിയാണ് ഒരു കുട്ടിക്ക് സർക്കാർ വിഹിതം നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ മെനു മാറുമ്പോൾ ചെലവ് കൂടും. ഇത് മനസ്സിലാക്കിയുള്ള പരിഷ്കരണം ഇനിയും ഉണ്ടായിട്ടില്ല. മെനു പരിഷ്കരണത്തിലൂടെ പ്രധാന അധ്യാപകരെ വീണ്ടും കടക്കണിയിലേക്ക് തള്ളിയിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് അധ്യാപക സംഘടനകൾ കുറ്റപ്പെടുത്തി. PTIയുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പക്ഷം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകിയിരുന്ന ഉച്ചക്കഞ്ഞിക്ക് പകരം ചോറാക്കിയത്. കുട്ടികൾക്ക് മിനിമം 2 കറികൾ, ആഴ്ചയിൽ 2 ദിവസം പാൽ, 1 ദിവസം മുട്ട അല്ലെങ്കിൽ പഴം എന്നിവ നിർബന്ധമായി നൽകിയിരുന്നു. ഇതിനാവശ്യമായ പണം 2 ഗഡുക്കളായി സ്കൂൾ പ്രധാന അധ്യാപകന്റെ നിയന്ത്രണത്തിലുള്ള നോൺ മീൽ അക്കൗണ്ടിലേക്ക് അഡ്വാൻസായി ജൂൺ, നവംബർ മാസങ്ങളിൽ നൽകിയിരുന്നു. ചെലവാകുന്ന പണം പ്രധാന അധ്യാപകൻ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാവുന്ന സംവിധാനവും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ കമ്പോള നിലവാരത്തിനനുസരിച്ച് നോൺ മീൽ കണ്ടിജൻസി തുക വർദ്ധിപ്പിച്ച് നൽകിയിരുന്നു. പിന്നീട് അത് നിന്നു. കേന്ദ്രവിഹിതം വർദ്ധിച്ചപ്പോഴും സംസ്ഥാനം അനങ്ങിയില്ല. കഴിഞ്ഞ വർഷമാണ് നാമമാത്ര വർധന വരുത്തിയത്. അധ്യാപക സംഘടനകൾ ഹൈക്കോടതിയിൽ നൽകിയ കേസിൽ സർക്കാരിനെതിരെ പരാമർശമുണ്ടായപ്പോഴാണ് തുക കൂട്ടിയത്. പ്രധാന അധ്യാപകർക്ക് അഡ്വാൻസായി നൽകിയിരുന്ന തുക പിന്നീട് ചെലവെഴുതി നൽകുമ്പോൾ നൽകിയാൽ മതിയെന്നായി. തുടർന്ന് മാസങ്ങൾ കഴിഞ്ഞ് ലഭിക്കുന്ന രീതിയിലേക്ക് മാറി. മതിയായ ഫണ്ട് ലഭിക്കാത്തതും പരിമിതമായി അനുവദിച്ചിട്ടുള്ള ഫണ്ട് മാസങ്ങൾ വൈകി ലഭിക്കുന്നതും പ്രധാന അധ്യാപകരെ വെട്ടിലാക്കി. പാചക തൊഴിലാളികളുടെ ശമ്പളവും ഇതോടെ മുടങ്ങി. സ്കൂൾ ഉച്ചഭക്ഷണ തുകയിൽ 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. കേന്ദ്രവിഹിതം കൃത്യമായി ലഭിക്കുന്നില്ലെന്ന കാരണത്താലാണ് സംസ്ഥാന സർക്കാർ പണം നൽകാതിരിക്കുന്നത്. കേന്ദ്രത്തിന് കൃത്യമായ കണക്കുകൾ സംസ്ഥാനം നൽകാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് ഫണ്ട് ലഭിക്കാൻ തടസ്സമുണ്ടായതെന്ന് കേന്ദ്ര സർക്കാരും പറയുന്നു. ഏതായാലും പ്രധാന അധ്യാപകരെയാണ് വ്യക്തിപരമായി ഇതെല്ലാം ബാധിക്കുന്നത്. അതിനിടെ സംസ്ഥാന സർക്കാർ വിദ്യാലയങ്ങളിൽ ഏർപ്പെടുത്തുന്ന ഭക്ഷണ മെനുവിനെ പരിഹസിച്ച ഹിന്ദി അധ്യാപകന്റെ ഫേസ്ബുക്ക് കുറിപ്പും ചർച്ചയായിട്ടുണ്ട്. ചൂനങ്ങാട് AVM ഹൈസ്കൂളിലെ അധ്യാപകൻ പ്രവീൺ ഒറ്റപ്പാലമാണ് കുറിപ്പിട്ടത്. മെനു പുറത്തു വന്നിട്ടുണ്ട്. ഇനി സ്കൂളിൽ ഒരു കുട്ടിയും ആബ്സെന്റ് ആകില്ല. എപ്പോഴും തീറ്റ മത്സരം തന്നെ. അഡ്മിഷൻ സമയത്ത് മെനു കാണിച്ച് അഡ്മിഷൻ ഉറപ്പാക്കാൻ അധ്യാപകർക്ക് സുവർണ അവസരം. അധ്യാപകർ ഇനി KLP സപ്ലയർ, KUP സപ്ലയർ, KHS സപ്ലയർ എന്നും ഹെഡ് മാസ്റ്റർ, ഹെഡ് ക്യാഷ്യർ എന്നും പേര് മാറ്റിയാൽ പൊളിക്കും. ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. അധ്യാപകനെതിരെ നടപടി വേണമെന്ന ആവശ്യമായി SFI ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി സ്കൂൾ അധികൃതർക്ക് പരാതി നൽകി. വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകാനാണ് SFIയുടെ തീരുമാനം. KPSTIയുടെ പ്രവർത്തകനാണ് പ്രവീൺ.